ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇന്നലത്തെ നമ്മുടെ ബിഗ് ബോസ് ഡേ 10ൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇന്നലെ ചിക്കനിൽ ചെറിയൊരു ഇഷ്യൂ ആയിട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ആഴ്ചത്തെ കിച്ചൺ ടീം വന്നതിന് ശേഷം അവർക്ക് കുക്കിങ്ങിനെക്കാട്ടിലും കൂടുതൽ ഫോക്കസ് വന്നിരിക്കുന്നത് അവിടെയുള്ള ഫൈറ്റ്സ് ആണ്. കാരണം ചെറിയ ചെറിയ ഇഷ്യൂസിനാണ് ഓരോരുത്തർ വലിയ വലിയ ഫൈറ്റ് ഉണ്ടാക്കുന്നത്. അതും ആ ഫൈറ്റ്സിൻ്റെ ഇടയ്ക്ക് അവർ നേരെ കുക്കിങ്ങിൽ കോൺസെൻട്രേറ്റ് പോലും ചെയ്യുന്നില്ല. എല്ലാവരും എന്താ പറയുക, ഫൈറ്റിലോട്ടാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എന്നൊരു ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ചെയ്യാം, അത് പെട്ടെന്ന് തന്നെ അതൊന്ന് സോൾവ് ആക്കാം, കൂടുതലും വഴക്കിലോട്ട് പോകാണ്ട്. പക്ഷെ അങ്ങനെ ഒരു ചിന്തയും അവർക്കില്ല. അവർ ഫൈറ്റ് ചെയ്യുകയാണ് ചെറിയ ചെറിയ കാര്യത്തിന്. അതും മെയിൻലി ആയിട്ട് അനീഷിനാണ് എനിക്ക് തോന്നുന്നത് ചെറിയ കാര്യത്തിൽ. ഇന്നലെയും നമ്മൾ കണ്ടു, എന്താ പറയുക, ചെറിയൊരു ഫൈറ്റ് ജിസയിൽ പറയുമ്പോൾ കുറച്ചും കൂടുതലായിട്ടാണ് കമാൻഡിങ് പവറാണെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഫൈറ്റ് പോലെ, ചെറിയൊരു ഇഷ്യൂ പോലെ അനീഷ് പറയുന്നുണ്ട്. പിന്നെ ഇന്നലെ നമ്മൾ കണ്ടത് വീക്കെൻഡ് ടെർമിനേഷൻ, ഈ മിഡ് വീക്ക് ടെർമിനേഷൻ്റെ ഇതാണ്. ടാസ്ക് 2 ആണ് നമ്മൾ കണ്ടത്, രണ്ടാമത്തെ ടാസ്ക്. അപ്പോൾ അതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാവരും നന്നായി കളിച്ച പോലെ തന്നെ എനിക്ക് തോന്നി. പക്ഷേ ബിന്നി മാത്രമാണ് കുറച്ചൊരു ഇതായിട്ട് കളിച്ചത്. അതെനിക്ക് തോന്നുന്നു മെയിൻലി ബിന്നിയും ഷാരികയും അതേപോലെ ആതിര നൂറ, ഇവർ 4 പേര് തമ്മിൽ പ്രോപ്പർ ഗെയിം പ്ലാനിങ് ഉണ്ടായിട്ടില്ല. നന്നായി കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ടില്ല ഇവരുടെ സ്ട്രാറ്റജി, ഇവരെങ്ങനെ കളിക്കണം. അപ്പോൾ ആ ഒരൊറ്റ കുറവ് കാരണമാണ് തോന്നുന്നു അവർക്ക് ലാസ്റ്റ് ഇതിലോട്ടെത്തിയത്, പോയിൻറ്റ്സ് കുറഞ്ഞത്. പിന്നെ ഈ മിഡ് ടാസ്കിന് ശേഷം ബിഗ് ബോസ് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ടീം മെമ്പേഴ്സിൻ്റെ പെർഫോമൻസിൽ സാറ്റിസ്ഫൈഡ് ആണോ, അതോ അവരെ മാറ്റണോ നെക്സ്റ്റ് ഗെയിമിൽ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ബാക്കി എല്ലാവർക്കും ഓക്കെയാണ്. പക്ഷേ ഷാരികയ്ക്കും അനീഷിനും മാത്രമാണ് ഇഷ്യൂ ഉണ്ടായിരുന്നത്. ഷാരികയുടെ മെയിൻ റീസൺ ഇതാണ്, ബിന്നി സെക്കൻഡ് ടാസ്കിൽ നേരെ ആക്റ്റീവായി കളിച്ചില്ല, അത് കാരണമാണ് പോയിന്റ് പോയത് എന്നുള്ളതിലായിരുന്നു. അനീഷ് ഇന്നലത്തെ ഇതിൽ നമ്മൾ മിനിഞ്ഞാന്നത്തിൽ പറഞ്ഞത്, അനീഷ് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ഇവരുടെ അപ്പാനിശരത്തിൻ്റെയും അനുമോളിൻ്റെയും ടാസ്കിൽ, അവരുടെ ഒരു ടാസ്കിൽ. പക്ഷേ ഇന്നലത്തെ എപ്പിസോഡിൽ നേരെ തിരിഞ്ഞു. അനീഷ് പറഞ്ഞത് സെക്കൻഡ് ടാസ്ക് ഓക്കെ, പക്ഷേ ഫസ്റ്റ് ടാസ്ക് അവർ നേരെ കളിച്ചിട്ടില്ല, ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ്. അപ്പം എനിക്കും ഇന്നലത്തെ എൻ്റെ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാരണം അവരവരുടെ ഫുള്ളി എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് ഇത്രയും പോയിന്റ് കുറവ് കിട്ടില്ല. കാരണം ബാക്കി എല്ലാവർക്കും മോർ ദാൻ 10 കൂടുതൽ പോയിൻറ്റ്സ് എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഇവർക്ക് മാത്രമാണ് അതിൽ പകുതി പോലും കിട്ടിയിട്ടില്ല, 3 പോയിൻ്റ് മറ്റേ കിട്ടിയിട്ടുള്ളൂ. അതും അപ്പാൻശരത്തും അനുമോളും അത്യാവശ്യം നന്നായി ഗെയിംസൊക്കെ കളിക്കുന്ന ആൾക്കാരാണ്. എന്നിട്ട് പോലും അവർക്ക് ഇത്രയും കുറവ് കിട്ടിയെന്ന് പറയുമ്പം അവരുടെ 100 പോയിട്ട് ഒരു 80% പോലും എടുത്തിട്ടില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അത് തന്നെയാണ് അനീഷ് ഇന്നലത്തെ എപ്പിസോഡിലും പറഞ്ഞത്, ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ അപ്പാനിശരത്തിനും അനുമോളിനും ഭയങ്കര ദേഷ്യമായി. അവർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കളിച്ച ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ കുറേ ഒരു ഇഷ്യൂസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ബിഗ് ബോസ് ഷഫിൾ ചെയ്യുന്നുണ്ട്, എന്താ പറയുക, ടീം മെമ്പേഴ്സിനെ മാറ്റിയിട്ട്. പിന്നെ നമ്മൾ കാണുന്നത് ജിസൈലിൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സിനെ കുറിച്ചിട്ടാണ്. വീണ്ടും അനുമോളും ശൈത്യം പറയുന്നുണ്ട്, ജിസൈൽ മേക്കപ്പ് യൂസ് ചെയ്തു, ഒരു ടിഷ്യൂ പേപ്പർ കണ്ടു, കൺസീലറോ ഫൗണ്ടേഷനോ മറ്റോ യൂസ് ചെയ്തതിൻ്റെ. അപ്പോൾ ജിസൈൽ പറയുന്നത്, ഇല്ല ഞാനൊന്നും യൂസ് ചെയ്തില്ല, ഞാനൊരു ഓയിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ എന്ന്. അപ്പോൾ ഇവർ ആരും അറിയാതെ ശൈത്യം, ആതിരനൂയും അതേപോലെ അനുമോളൊക്കെ ജിസൈലിൻ്റെ ബെഡ് ആദ്യം ഒന്ന് വന്ന് എന്താ പറയുക ഒക്കെ സെർച്ച് ചെയ്യുന്നുണ്ട്, അതിനകത്ത് എന്തെങ്കിലും മേക്കപ്പ് പ്രോഡക്ട്സ് ഉണ്ടോ. അതേപോലെ എല്ലാവരും വിളിച്ച് വരുത്തി ഇങ്ങനെ വാഷ്റൂമിൽ ചെറിയൊരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും പോയി എന്താ പറയുക ജിസൈലിൻ്റെ ബെഡും കാര്യങ്ങളൊക്കെ വീണ്ടും സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരു തവണ അല്ലെങ്കിൽ 1-2 തവണയൊക്കെ ഓക്കെ, അതിനുശേഷം എപ്പോഴും ഒരാളോട് മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട് അത് പറഞ്ഞിട്ടും എപ്പോഴും ഈ ഒരാളുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് എന്തിനാണ്? ഇൻ കേസ് ജിസയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ബിഗ് ബോസിന് എന്തായാലും ക്യാമറയിൽ കാണാൻ പറ്റില്ലേ? അപ്പോൾ ബിഗ് ബോസ് തന്നെ അതിന് വാണിംഗ് കൊടുക്കും. ഇത് ബിഗ് ബോസ് കാണാണ്ട് എങ്ങനെ യൂസ് ചെയ്യാനാണ്? കാരണം വീട്ടിൽ ഓൾമോസ്റ്റ് എല്ലാവരുടെയും ക്യാമറ ഉണ്ട്. മേ ബി ചിലപ്പോൾ ഡ്രസ്സിങ് റൂമിലോ വാഷ്റൂമിലോ വെച്ചിട്ടായിരിക്കും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതും എത്രത്തോളം പ്രാക്ടിക്കബിളാണ് എനിക്കറിയില്ല. അപ്പം 1-2 തവണ നമ്മൾ തന്നെ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ട്, ജിസയിൽ രാത്രി നേരത്തൊക്കെ മേക്കപ്പ് പ്രോഡക്ട്സ് ചെറുതായി കൺസീലറോ അങ്ങനെ എന്തോ യൂസ് ചെയ്യുന്ന പോലെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് 2-3 ദിവസമായിട്ട് എനിക്കത് കാണാൻ പറ്റിയിട്ടില്ല. മേ ബി എല്ലാം കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും. പിന്നെ വീണ്ടും ഇതിനെക്കുറിച്ചിട്ട് ഒരു ഇഷ്യൂ എന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ നമ്മൾ ഇന്നലെ കണ്ടിരുന്നത്, ഇപ്പോൾ നവീൻ 2 ദിവസമായിട്ട് രാത്രി നമ്മൾ കാണുന്നുണ്ട് തക്കാളി അതേപോലെ ഒക്കെ കട്ട് തിന്നുന്നത്, ആപ്പിളും. അതേപോലെ ഇന്നലെ നമ്മൾ കണ്ടു രാത്രി എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തിട്ട് കഴിക്കുന്നത്.
ഇന്നലത്തെ ഇതിൽ നമ്മൾ കണ്ടു. അപ്പോൾ ഇവർക്ക് കൊടുക്കുന്ന സാധനങ്ങൾ വെജിറ്റബിൾസ് ആണെങ്കിലും മറ്റുള്ള ഐറ്റംസ് ആണെങ്കിലും വളരെ കുറവാണ്. പക്ഷേ ഇങ്ങനെ ഓരോരുത്തർ തിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ആർക്കും അതിൽ കുറവല്ലേ കിട്ടുള്ളൂ എല്ലാവർക്കും. അതേപോലെ ഇന്നലെ അനുമോളും ശൈത്യം ഉപ്പെടുത്തിട്ട് സ്ക്രബ് ചെയ്യാൻ വേണ്ടി പോകണത് കണ്ടു. അതേപോലെ അവിടെ ആരോ ജിസയിൽ ബീട്രൂട്ട് എടുത്തിട്ട് ലിപ്പിൽ യൂസ് ചെയ്യാനും ഒക്കെ എടുത്തു വെച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഇവർക്ക് കിട്ടുന്ന ഐറ്റംസ് ഇങ്ങനെ ഇവർ മിസ്യൂസ് ചെയ്യല്ലേ. ഇപ്പോൾ സ്കിൻ കെയറിന് വേണ്ടിയിട്ടൊക്കെ അത് ഫുഡ് ഐറ്റംസ് അല്ല, കഴിക്കാൻ വേണ്ടിയിട്ടല്ല എല്ലാവർക്കും. അത് ഈ ആവശ്യമില്ലാത്ത സ്കിൻ കെയറിനും അതിനൊക്കെ യൂസ് ചെയ്യുന്നത് എന്താ, ഉപ്പായാലും ബീട്രൂട്ട് ആയാലും. അതേപോലെ നവീൻ എന്തോ പറയുന്നുണ്ടായിരുന്നു, പൊട്ടറ്റോ മാസ്കോ ആരോ ഉണ്ടാക്കി അങ്ങനെന്തോ. അപ്പോൾ ഇതെല്ലാം ആവശ്യമില്ലാത്ത യൂസേജാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ വീക്കെൻഡിൽ ലാലേട്ടൻ പറയാൻ ചാൻസ് കൂടുതലാണ് ഇതിനെക്കുറിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇന്നലത്തെ എൻ്റെ റിവ്യൂവിൽ എനിക്ക് തോന്നിയ കാര്യം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ അധികം നമുക്കറിയാൻ പറ്റും, കാരണം ഇന്നലെയായിരിക്കും നടന്നിട്ടുണ്ടാവുക വീക്കെൻഡ് ടെർമിനേഷൻ. അപ്പോൾ ഇതിനകത്ത് എനിക്ക് കുറേ കാണാൻ പറ്റിയത് അപ്പാനേശ്വരത്തും ശാരികയും അനീഷും ആണ് എന്താ പറയുക വീക്കെൻഡ് ടെർമിനേഷനിൽ പോയതെന്നൊക്കെയാണ് എനിക്ക് യൂട്യൂബിൽ വേറെ കുറേ വീഡിയോസിലൊക്കെ കാണാൻ പറ്റിയത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് എപ്പിസോഡ് നമുക്ക് ഇന്ന് രാത്രി അറിയാൻ പറ്റും. അപ്പോൾ അതുമായിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.